ഇത്രയും നീളം എന്ന് പറഞ്ഞാൽ രണ്ടാൾ പൊക്കമെങ്കിലും കാണും ഇതിന്റെ നീളം. എത്ര നീളം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇത് എന്തെങ്കിലും അപ്പൊ ഇങ്ങനെ ജട കെട്ടിയപ്പോ അത് കാണുവാനോ അല്ലെങ്കിൽ അത് അറിയുവാനുള്ള ഒരു ത്വര. ഇത് എന്താണെന്ന് പലർക്കും അറിയില്ല. ജട എന്ന് പറയുന്നത് എന്താണെന്ന് പലർക്കും അറിയില്ല. ജയ് സീതാറാം. ഞാൻ സ്വാമി സുരേശ്വരാനന്ദ സരസ്വതി ശ്രീ രാമദാസ് മിഷൻ്റെ ചെങ്കോട്ടുകോണം ആശ്രമത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഇപ്പം ഞാൻ സ്വന്തമായിട്ട് വള്ളിക്കാവിൽ ശ്രീ രാമാനന്ദ തിരുമഠം എന്ന ഒരു മഠ നടത്തുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് 2016 മുതൽ വള്ളിക്കാവ് കേന്ദ്രമാക്കി നാടൻ പശുക്കളെ വളർത്തുകയും അതിൻ്റെ ചാണകം, ഗോമൂത്രം, ഇതിൽ നിന്നുള്ള പഞ്ചഗവ്യങ്ങൾ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ കൃഷിക്ക് ആവശ്യമായ വളങ്ങൾ ഇതെല്ലാം ആശ്രമത്തിൽ ഉണ്ടാക്കുന്നു. പിന്നെ കൃഷി നമുക്കാവശ്യമായ വാഴ, വെട്ടിച്ചേമ്പ്, ചേന അങ്ങനെയുള്ള വിവിധ ഇതുകൾ ആശ്രമത്തിൽ ചെയ്യുന്നുണ്ട്. പച്ചമുളക്, ഇഞ്ചി അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ വിവിധ ഇനം വാഴ ഇനങ്ങൾ ഇതെല്ലാം ആശ്രമത്തിൽ. ഇതെല്ലാം നാടൻ പശുവിൻ്റെ ചാണകത്തിൽ നിന്നാണ് ഇതിൻ്റെ വളം കണ്ടെത്തുന്നത്. വള്ളിക്കാവ് ജംഗ്ഷനിൽ നിന്ന് തെക്കോട്ട് മാറി, അതായത് താമര ജംഗ്ഷൻ, അവിടെയാണ് നമ്മുടെ ആശ്രമം നിലനിൽക്കുന്നത്. കൂടുതൽ പശുക്കളുണ്ട്. അത് നമ്മൾ പല വീടുകളിലായിട്ട് ഇതിനെ ഒരുമിച്ച് അവർക്ക് വളർത്തുവാനായിട്ട് പല വീടുകളിലും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ സംഖ്യ ഇപ്പോൾ കുറവ്. അതിന് 10-17 പശുക്കളുണ്ടായിരുന്നു, ഇപ്പോൾ കുറവാണ്. അതുപോലെ തന്നെ കാളകൾ, അവരെയും പരിപാലിക്കുന്ന പല പല വീടുകളിൽ കാളകളെയും നിർത്തിയിരിപ്പുണ്ട്. ആ വീട്ടുകാർ അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. അങ്ങനെ പോകുന്നു ആശ്രമത്തിൻ്റെ ഈ പശുക്കളുടെ കാര്യങ്ങൾ. ഇപ്പോൾ സ്വാമി, ഇത് പരിപാലിക്കുക എന്ന് പറയുന്നത് ഇവർക്ക് വരുമാനം അധികം കിട്ടാനില്ലല്ലോ? ഇല്ല. ഇതിൻ്റെ വരുമാന മാർഗം എന്ന് പറയുന്നത് ഇപ്പം ഞാൻ കണ്ടെത്തിയ മാർഗം, മറ്റ് 17 പശുക്കളുള്ളപ്പം ഇത് ഒരു നടന്നു പോകുന്നില്ല. പക്ഷേ പിന്നീട് ഞാൻ മനസ്സിലാക്കി, ഇതിൻ്റെ കൂടെ ജേഴ്സി പശുക്കളെയും കൂടെ നിർത്തിയെങ്കിൽ പൊതുസമൂഹത്തിന് ഇപ്പം 100 രൂപ കൊടുത്ത് പാല് മേടിച്ച് അവർക്ക് കുടിക്കാൻ പറ്റുന്ന രീതിയിലല്ല. അപ്പം ഇപ്പോഴത്തെ പാൽ വില അനുസരിച്ച് 65-70 രൂപ. അപ്പം ഈ ജേഴ്സി പശുക്കളെ കൂടെ നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ വരുമാനത്തിൽ നിന്ന് ഇവരുടെയും കൂടെ കാര്യങ്ങൾ നടന്നു പോകും. അപ്പോൾ ജേഴ്സിയും സംരക്ഷിക്കാൻ പറ്റും, നമുക്ക് ഈ നാടൻ പശുക്കളെയും സംരക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ വെച്ചൂർ, കാസർഗോഡ്, പുങ്കന്നൂർ അങ്ങനെയുള്ള വിവിധ പശുക്കൾ, നേരത്തെ പിന്നെ ഗീറിൻ്റെയൊക്കെ പശുക്കൾ നമുക്കുണ്ടായിരുന്നു. ഓരോരോ വീടുകളിൽ ഏൽപ്പിച്ചേക്കാം. അതെ, പല വീടുകളിലായിട്ട് ഏൽപ്പിച്ചിരിക്കുക. സ്വാമിയുടെ പൂർവാശ്രമമൊക്കെ എങ്ങനെയായിരുന്നു? പൂർവാശ്രമം എന്ന് പറയുന്നത് വള്ളിക്കാവ് ക്ലാപ്പന എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഇതിൻ്റെ സംഘടനാ ജീവിതം, അതായത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിലൂടെയാണ്. അവിടെ പിന്നീട് ഞാൻ ചെങ്കോട്ടുകോണം ശ്രീ രാമദാസ് മിഷൻ്റെ സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളെ കാണുകയും അതുമായി ബന്ധപ്പെട്ട് ആത്മീയ പ്രവർത്തനത്തിലേക്ക് മാറുകയും പിന്നീട് കായംകുളത്ത് ആയിരുന്നു എൻ്റെ ആത്മീയ ജീവിതത്തിലെ ആശ്രമ കാര്യങ്ങളുമായിട്ട് അത് മുന്നോട്ട് പോകുന്നത്. അതിന് ശേഷമാണ് പിന്നെ സ്വന്തമായിട്ട് വള്ളിക്കാവിലേക്ക് മാറുന്നത്. സ്വന്തം സ്ഥലം എന്ന് പറയുന്നത് ക്ലാപ്പന തന്നെയാണ്. ഈ ഒരു സ്വാമിയായിട്ടുള്ള ഒരു ജീവിതം തുടങ്ങിയിട്ട് എത്ര വർഷമായി? അതായത് സ്വാമി വിവേകാനന്ദൻ്റെ വിവിധ ബുക്സുകൾ, അതായത് ഒരിക്കലും കുട്ടിക്കാലത്തെന്ന് പറയുമ്പോൾ ഒരു 12 വയസ്സുള്ളപ്പോൾ എനിക്ക് സുബ്രഹ്മണ്യൻ്റെ ഒരു ഇത് ഉണ്ടായതാണ്. അതായത് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവം. അതിലൂടെ കുറേ നാൾ അങ്ങനെ പോയി. പിന്നെ നമ്മുടെ ഈ സാഹചര്യങ്ങൾ, അതായത് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ഈ ആത്മീയതയ്ക്ക് പറ്റാത്ത ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അതായത് കമ്മ്യൂണിസവും, അതായത് ആത്മീയതയെ വിശ്വസിക്കാത്ത ഒരു വിഭാഗം ആൾക്കാരും. ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഈ ആത്മീയ ജീവിതത്തിന് കുറച്ച് ഇത് സംഭവിച്ചു. അതിനുശേഷമാണ് പിന്നീട് ഞാൻ സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളെ കാണുകയും അതിനുശേഷം പുനർജന്മിക്കുകയാണ് യഥാർത്ഥത്തിൽ. പിന്നെ കുട്ടിക്കാലം മുതൽ വിവേകാനന്ദ സ്വാമിയുടെ പുസ്തകങ്ങൾ ഏത് തെള്ളിൽ ചെന്നാലും ഞാൻ നിൽക്കുന്നത് ഒരു ബുക്ക് സ്റ്റാളിലായിരിക്കും. കാരണം അങ്ങനെയായിരുന്നു. ആ നമുക്കൊരു വിഷയങ്ങളുണ്ടായാലും സ്വാമി വിവേകാനന്ദൻ്റെ പുസ്തകങ്ങൾ എടുത്ത് വായിക്കുമ്പോൾ നമുക്കാവശ്യമായ ഒരു കണ്ടൻറ്റ് അതിനകത്തുണ്ടാവും. നമ്മൾ അതിൽ നിന്ന് ഉയരും, പിന്നെ നമ്മൾ അതിലേക്ക് പോവില്ല. അപ്പോൾ പുസ്തകം വായന ഒരു മുഖ്യമായ ഒരു ഇതാണ് കുട്ടിക്കാലം മുതൽ. സ്വാമി, ഈ ആത്മീയ ജീവിതത്തിനോടൊപ്പം നമ്മുടെ ഈ നാടൻ പശുക്കളിലേക്ക് വഴിതിരിഞ്ഞത് എപ്പോഴാണ്? അതായത് പണ്ട് കാലത്തെ നാടൻ പശുക്കളുടെ ചാണകത്തിനകത്തുണ്ടായിരുന്ന ഒരു വ്യത്യാസം ഞാൻ കണ്ടെത്തി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആ ചാണകത്തിനകത്തൊരു പ്ലാസ്റ്റിക് കോട്ടിങ്ങും പോലെ ഉണ്ടായിരുന്നു നമുക്കൊരു കാലഘട്ടത്തിൽ. അപ്പോൾ ഇന്ന് വരുന്ന ആ ചാണകങ്ങൾക്കൊന്നും ആ പ്ലാസ്റ്റിക് കോട്ടിങ് കാണുന്നില്ല.
അപ്പോൾ അങ്ങനെ കാണാതെ ഒരു കാരണം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഈ എന്താണ് ഇതിന് സംഭവിച്ചത് എന്താണ്, അങ്ങനെ ഞാൻ കണ്ടെത്തുമ്പോൾ അവസാനം ചെന്നെത്തുന്നത് ഈ നാടൻ പശുക്കളിലാണ്. അപ്പോൾ അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ നാടൻ പശുക്കളുടെ ചാണകമാണ്. അതുപോലെ തന്നെ നമ്മളുണ്ടാകുന്ന ഈ പ്രകൃതിയിലുണ്ടാകുന്ന നത്തയ്ക്ക എന്നൊക്കെ പറയുന്നത് വിവിധ ഇനം അതായത് ജലജീവികളായിട്ടുള്ളത് ഇതെങ്ങനെ നശിക്കുന്നു എന്ന് അതിനെക്കുറിച്ചൊക്കെ ഞാൻ ചിന്തിച്ചപ്പോൾ നാടൻ പശുവിൻ്റെ കുറവാണ് നമുക്കിതെല്ലാം. അതേസമയം ഞാനിപ്പോൾ ഇവിടെ ഈ പ്രദേശത്ത് വന്ന് ഇവിടെ നത്തയ്ക്ക എന്ന് പറയുന്ന സാധനമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ നാടൻ പശുക്കളുടെ ചാണകം വീണ് ഇത് നിറയെ നത്തയ്ക്കകൾ ഒക്കെ പുനർജനിക്കാൻ തുടങ്ങി. അപ്പം നമ്മുടെ ഈ നാടൻ തലമുറ നിന്ന് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മളുണ്ടാകുന്ന കരിമണൽ എന്ന് പറയുന്ന സാധനം വരെയൊക്കെ നമുക്ക് കിട്ടുന്നത് യഥാർത്ഥത്തിൽ ഈ നാടൻ പശുക്കളിൽ തന്നെയാണ്. കാരണം പ്രകൃതിയിൽ നിന്നും ഈ നാടൻ പശുക്കളുടെ ചാണകം വീഴുന്ന സ്ഥലത്ത് ഭൂമിയുടെ അടിക്കിൽ നിന്ന് ജലത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഒരു വണ്ട് മുകളിലേക്ക് ഉയർന്നു വരും. ആ അടിത്തട്ടിൽ നിന്നും വരുന്ന വണ്ട് ഈ ചാണകത്തിൽ തിന്നുകയും ഈ ചാണകത്തിൽ അത് മഴക്കാലമാകുമ്പോൾ ആ ഹോളിലൂടെ ഈ ചാണകത്തിൻ്റെ നീറ്റ് അത് അടിയിലേക്ക് പോവുകയും അതിൽ നിന്ന് നമുക്ക് കരിമണൽ എന്ന രൂപേണ ഈ പ്രകൃതിയിൽ ഇത് മാറ്റം വരും. ഇതെല്ലാം നാടൻ പശുവിൻ്റേതാണ്. അങ്ങനെയാണ് ഞാൻ ഈ പല ചിന്തകൾ, അതായത് വിവിധ ചിന്തകളിലൂടെയാണ് ഞാൻ ഇതിൽ എത്തിച്ചേർന്നത്. അപ്പോൾ പ്രകൃതിക്ക് ഏറ്റവും അനിവാര്യമാണ്. അതെ 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 അതെ. അതുപോലെ തന്നെ ഈ നാടൻ പശുക്കളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് കാരണം ഇതിൻ്റെ തീറ്റ മറ്റ് കാര്യങ്ങൾ ഒരാളിനെ നോക്കാൻ നിർത്തണമെങ്കിൽ ഇതെല്ലാം ഇപ്പോൾ ഞാൻ തന്നെയാണ് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കാരണം അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ നടന്നു പോകുന്നു. മറിച്ച് നമ്മൾക്ക് ഇതിനെ ആരെങ്കിലുമൊക്കെ, അതായത് പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ ഇതിനൊക്കെ താല്പര്യങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉള്ളവരിൽ നിന്ന് ഇപ്പോൾ പലരും എന്നെ സഹായിക്കാറുണ്ട്. അവരാണ് മാസത്തോറും എന്തെങ്കിലുമൊക്കെ ചില്ലറകൾ തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഇങ്ങനെ പോകുന്നു. പക്ഷേ അങ്ങനെയുള്ള ഇങ്ങനെ മറ്റൊരു സഹായം എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് വിവിധ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനും ഇവരെ ഡെവലപ്പ് ചെയ്യുവാനും നമുക്ക് സാധിക്കും. പൊതുസമൂഹത്തിൻ്റെ ഏതെല്ലാം, അതായത് ഇപ്പം തന്നെ ഈ കാസർഗോഡിനപ്പുറത്തെ കർണാടകയിൽ ഒരു ആശ്രമത്തിൽ 137 തരം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു. അതുപോലെ നമുക്ക് കേരളത്തിലും ഇതിനെ ഡെവലപ്പ് ചെയ്യാനും വളർത്തുവാനും പറ്റുന്ന ഒരു സാഹചര്യങ്ങൾ, അതിന് സമൂഹം ആവശ്യമാണ്, വ്യക്തിയല്ല. വ്യക്തിയിൽ നിന്ന് സമൂഹത്തിലേക്ക് മാറിയെങ്കിൽ മാത്രമേ നമുക്ക് ഒരുമിച്ച് ഉയരാൻ പറ്റുകയുള്ളൂ. അല്ല മണ്ണിലേക്ക് ഇറങ്ങൂ, വിണ്ണിലേക്ക് ഉയരാം എന്ന് പറയുന്നത് പോലെ നമ്മൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങുകയും ഭൂമിയുടെ തനതായ ഔഷധ മൂല്യങ്ങളെ നശിപ്പിക്കാത്ത ഒരു ജനതതി ആണ് വളർന്നു വരേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത ഒരു തലമുറകൾക്കും ഈ ഭൂമി നമുക്ക് ജീവിക്കേണ്ടതാണ് എന്നുള്ള ബോധത്തെ വേണം നമ്മൾ ഈ ഭൂമിയെ കാണുവാൻ. സ്വാമി, നമ്മൾ ഈ നാടൻ പശുവിനെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വാമിയുടെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു നിർദ്ദേശം എന്താണ്? നമ്മൾ മറ്റ് പശുക്കളെ വളർത്തുന്നതിനെക്കാട്ടിൽ അത് മറ്റൊരടിസ്ഥാനത്തിൽ വളർത്തുന്നത്, ഇത് നാടൻ പശു എന്ന് പറയുമ്പോൾ ഒരു വീട്ടിലൊരു പശു എന്ന് പറയുന്ന സംരക്ഷണം, അതായത് ഒരു വീട്ടിലുള്ള കാടിയായാലും ആ വീട്ടിലുള്ള ചെറിയ ചെറിയ വേസ്റ്റുകളായാലും ഇതൊക്കെ മാത്രം മതിയാവും ഇതുപോലുള്ള ഒരു പശുവിനെ നമ്മൾ വീട്ടിൽ നിർത്തുന്ന സമയത്ത്. അപ്പോൾ അവിടെയുള്ള കുട്ടികൾക്കായാലും ആ പശുക്കളിലോടുള്ള ഒരു സ്നേഹവും അതിൻ്റെ പാലാണ് ആ കുട്ടികൾക്ക് കൊടുക്കുന്നത്. മറ്റുള്ള പാലുകൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന അനുഭവങ്ങളും ഈ പാല് കുടിക്കുന്ന അനുഭവം രണ്ടും രണ്ടാണ്. ഇത് ഞാൻ വേറെ തിരിച്ചറിഞ്ഞാണ്. അതായത് എൻ്റെ അനുഭവത്തിൽ 1-2 പശുക്കളെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ അതിൻ്റെ പാല് നമ്മൾ ഒരു അര ഗ്ലാസ് പാലിന് നമ്മൾ ചായ ഇട്ട് ആ ചായ എപ്പോൾ ഉള്ളിൽ ചെല്ലുന്നോ നമ്മുടെ ശരീരത്തിലുള്ള ആ വെയിനുകളെല്ലാം വികസിക്കുന്നതായിട്ട് അത് കയറിപ്പോകുന്നത് നമുക്കറിയാൻ പറ്റും. അത്രയ്ക്ക് പവർഫുള്ളാണ് നാടൻ പശുക്കളുടെ, പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾക്ക് പ്രതിരോധശേഷി കൂട്ടാനും അതുപോലെ തന്നെ ബുദ്ധിയുടെ, അതായത് ശ്രീകൃഷ്ണ പരമാത്മാവ് കുട്ടിക്കാലത്ത് നെയ്യ്, വെണ്ണ ഇതൊക്കെ ഉപയോഗിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് തന്ന ഒരു കണ്ടൻ്റ് എന്ന് വെച്ചാൽ കൊച്ചു കുട്ടികൾക്ക് കഴിവതും വെണ്ണ കൊടുത്ത് ശീലിപ്പിക്കുക. ആ വെണ്ണ കൊടുത്ത് ശീലിപ്പിക്കുമ്പോൾ ആ കുട്ടികൾക്ക് ബ്രെയിൻ വികസിക്കുകയും ആ ബ്രെയിനിൽ ഒരു ഉത്തമമായ, അതായത് ഒരു കാര്യഗൗരവമുള്ള ഒരു തലച്ചോറ് അവർക്കുണ്ടാവുകയും ചെയ്യും. മറ്റുള്ള പശുക്കളുടെ പാല് കഴിക്കുന്നതിലൂടെ നമ്മൾ ഒരിക്കലും മറ്റൊന്നും പ്രതീക്ഷിക്കരുത്. അതുപോലെ തന്നെ നാടൻ പശുക്കളുടെ, അതായത് ഇപ്പം നമ്മൾ ഈ അംഗവൈകല്യമുള്ളവർ കുട്ടികൾ ജനിക്കുക, ഇതെല്ലാം മറ്റ് ഇതിലേക്ക് ഉണ്ടാകുന്നതാണ്. മറിച്ച് നാടൻ പശുക്കളുടെ
വെണ്ണയായാലും തൈരായാലും മോരായാലും നെയ്യായാലും ഇതൊക്കെ വിവിധ ഔഷധ ഗുണങ്ങളുള്ളതാണ്. അതുപോലെ തന്നെ വീട്ടിലൊരു പശു എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റത്തിലേക്ക് വന്നാൽ നിങ്ങൾക്കിപ്പോൾ ഒരു 10 സെൻറ്റേ ഉള്ളെങ്കിൽ ആ 10 സെൻറ്റിനകത്ത് ഇതിൻ്റെ ചാണകം 1 ഏക്കർ ഉണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു പശു മതി. ആ 1 ഏക്കറിൻ്റെ ഉള്ള സകല ഔഷധ ഗുണങ്ങളും ഈ മണ്ണിനകത്തേക്ക് ചേരുകയും അതിൽ നിന്ന് ഔഷധ ഗുണമുള്ള ഭക്ഷണം നമുക്ക് തേങ്ങ ആയിക്കോട്ടെ, മാങ്ങ ആയിക്കോട്ടെ, ചക്ക ആയിക്കോട്ടെ, അല്ലെങ്കിൽ മുരിങ്ങയ്ക്ക ആയിക്കോട്ടെ, അതിലെല്ലാം ഉള്ള ഔഷധ ഗുണങ്ങൾ റിട്ടേൺ നമുക്ക് തന്നെ തിരിച്ചു തരുന്നതും നാടൻ പശുക്കൾ തന്നെയാണ്. ഈടായാൽ ഒരു പശു ആവശ്യമാണ്. അപ്പോൾ ഒരു വീട്ടിൽ ഒരു പശു എന്നുള്ള സിസ്റ്റത്തിലേക്ക് നമ്മൾ കഴിഞ്ഞ 2024 കേരളത്തിൽ ആകെ കുറഞ്ഞത് 10 ലക്ഷം പശുക്കളാണ്. ഈ 2025-ൻ്റെയും 26-ൻ്റെയും കാലഘട്ടത്തിൽ വീണ്ടും കുറഞ്ഞത് 4 ലക്ഷം പശുക്കളാണ്. ഇങ്ങനെ വരുമ്പോൾ ഈ നമ്മുടെ തനതായ പ്രകൃതി വൈഭവങ്ങൾ, പ്രകൃതിയുടെ ഈ തുലനാവസ്ഥ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് സഹോദരങ്ങൾ വേണ്ടത് വീട്ടിൽ ഒരു പശു ഒരു വീട്ടിൽ ഒരു പശു, ഒരു കുട്ടിയുണ്ടോ ഒരു പശു അവിടെ ഉണ്ടായിരിക്കണം. ആ ഒരു സിസ്റ്റത്തിലേക്ക് കേരളത്തെ മാറ്റുവാൻ സഹായിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. സ്വാമിജി, തെറ്റാണെങ്കിൽ ക്ഷമിക്കുക, ദയവായി ക്ഷമിക്കുക. ഈ ജടയൊന്ന് അഴിച്ചു കാണാനൊരാഗ്രഹമുണ്ട്. ആ ഒരു ആഗ്രഹം സാധിച്ചു തന്നാൽ. ജട അഴിക്കണോ എന്ന് പറയുമ്പോൾ ചിലർക്ക് ഇത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അതെന്തിനാ സ്വാമി ജട കെട്ടിയിരിക്കുന്നത്, എന്തിനാ അഴിച്ചു കാണണമെന്ന്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അറിയാനുള്ള ഒരു ആകാംക്ഷയാണ്. അതായത് നമ്മൾ വീഡിയോകളിലൊക്കെ കാണുമ്പോൾ കാണുന്നതെന്നല്ലാതെ നമ്മൾ ഇപ്പോൾ നാഗസന്യാസിമാർ, വിവിധ സന്യാസിമാർ ഭാരതത്തിലുണ്ട്. അവരപ്പോൾ ഇങ്ങനെ ജട കെട്ടിയപ്പോൾ അത് കാണുവാനോ അല്ലെങ്കിൽ അത് അറിയുവാനുള്ള ഒരു ത്വര എന്താണെന്ന് പലർക്കും അറിയില്ല. ജട എന്ന് പറയുന്നത് എന്താണെന്ന് പലർക്കും അറിയില്ല. അത് സ്വാമിയോട് ചോദിക്കുവാണ്. അതെ, ഇത് എനിക്കെന്ന് പറയുമ്പോൾ ഒരു 30 വർഷമായി ഈ ജടയുണ്ട്. അതായത് ഒരു വെള്ളിയാഴ്ച യഥാർത്ഥത്തിൽ ഈ ജട ഉണ്ടാകുന്നതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആൾക്കണ്ണാടിയിൽ ഇങ്ങനെ നോക്കി തല ചെയ്യുന്നത്. അതൊന്ന് കൈ വിരലിൻ്റെ നീളത്തിൽ മാത്രമാണ്. സാറിന് നിങ്ങളൊക്കെ മുടി കെട്ടിയിരിക്കുന്നത് അതേപോലെ ആയിരുന്നു ഞാൻ ചെയ്തിരുന്നത്. പക്ഷേ അന്നത്തെ ദിവസം ഞാൻ ഇത് ആൾക്കണ്ണാടിയിലോട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഗുരുപരമ്പരയിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ന് വെള്ളിയാഴ്ച, വ്യാഴാഴ്ച പറയുന്നു, വെള്ളിയാഴ്ചയുടെ ജട വരുന്നു. അപ്പോൾ ഞാൻ പറയുന്നു, അങ്ങനെ ഇതിലേക്ക് വരുമ്പം ഇന്നൊരു ദിവസം ഞാൻ തല ചീകില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ജട വരട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ തല ചീകിയില്ല അന്നത്തെ ഒരു ദിവസം. അടുത്ത ദിവസം വെള്ളിയാഴ്ച, അന്ന് ഒരു രാത്രിയല്ല, ഒരു ഉച്ചയായപ്പോൾ സമയത്ത് ഒരു തല ഇങ്ങനെ ചുറ്റുന്നത് പോലെ നിന്നു. അപ്പോൾ അടുത്ത് നിന്ന് ഒരാളോട് ചോദിച്ചു, എന്താണ് എൻ്റെ തല ഇങ്ങനെ ചുറ്റുന്ന പോലെ തോന്നുന്നു, എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അടുത്ത് നിന്ന് ആൾ ഓടി വന്ന് എൻ്റെ തലയിൽ നോക്കിയിട്ട് പറഞ്ഞു, ഇത് ജട വിരിച്ചിരിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് ജട ഉണ്ടാകുന്നത്. ഇപ്പം 30 വർഷത്തോളമായി. ഇപ്പോൾ ഇതൊരു 8 അഴിച്ച് കാണണമെന്ന് പറഞ്ഞതുകൊണ്ട് ഇതൊരു 8 അടി. നമ്മൾ കാണുന്നതെല്ലാം സ്വാമിമാർക്കാണ് ഈ ജട. അതെ എങ്ങനെ ഉണ്ടാകുന്നുള്ളത്. അതെ, അങ്ങനെയാണ് എനിക്ക് ആ മധ്യാഹ്ന സമയത്ത് വെള്ളിയാഴ്ച ഒരു ക്ഷേത്രത്തിൽ നിൽക്കുന്ന സമയത്ത് ആണ് എനിക്ക് ഈ ജട ഉണ്ടാകുന്നത്. പിന്നെ പലരും വിചാരിക്കാം, ഈ കാശിയിലൊക്കെ പോകുന്നവർ പലരും വന്ന് എന്നോട്, സന്യാസിമാർ തന്നെ പലരും ചോദിച്ചിട്ടുണ്ട്, ഇത് ഒട്ടിപ്പാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ ഇതാണ്. ഞാൻ ചെങ്കോട്ടുകോണം സ്വാമി സത്യാനന്ദ സരസ്വതി തൃപാദങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ടുള്ള ശ്രീ നീലകണ്ഠ ഗുരുപാദർ, അദ്ദേഹത്തൊക്കെ ഈ ഒരു പാരമ്പര്യത്തിലൂടെയാണ് ഞാൻ കടന്നു വന്നിട്ടുള്ളത്. അപ്പം ഈ വീഡിയോ കാണുന്നവർക്കും സ്വാമിയെക്കുറിച്ച് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഭാരതത്തിൽ ഈ കത്തിജ്വലിച്ച് നിൽക്കുന്ന ഒരു സൂര്യഗോളമാണ് സ്വാമി. അപ്പോൾ ആ ഒരു പരമ്പരയുടെ ഇതായിട്ടാണ് ഈ ജട. ഇതിൻ്റെ നീളം അത്രയ്ക്ക് വലുതാണ്. അതെ അതെ അതെ. സ്വാമി ഈ ഇതിലൊന്ന് നിൽക്കുകയാണെങ്കിലേ, ശരിക്കും ഒരു 2 ആൾ പൊക്കമെങ്കിലും കാണും ഇല്ലേ സ്വാമി? അതെ അതെ അതെ, ശരിക്കും 2 ആൾ പൊക്കമെങ്കിലും കാണും. സ്വാമിജി, നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഈ ജട എന്താണെന്നും ജട ഒന്ന്
ഇതിനെക്കുറിച്ച് ഒരു സ്വാമിയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കണമെന്നുണ്ടായിരുന്നു. ആ ആഗ്രഹം ഇന്ന് നിവർത്തിച്ചിരിക്കുകയാണ്. പക്ഷെ ഒരു ചോദ്യം കൂടെ ചോദിക്കുക, ദയവായി തെറ്റാണെങ്കിൽ ക്ഷമിക്കണം ചോദ്യങ്ങള്. കാരണം ഇത്രയും നീളം എന്ന് പറഞ്ഞാൽ 2 ആൾ പൊക്കമെങ്കിലും കാണും ഇതിന്റെ നീളം. എത്ര നീളം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇത് എന്തെങ്കിലും കെയറിങ് വല്ലതും കൊടുക്കുന്നുണ്ടോ ഈ ജടയ്ക്ക്? ഇല്ല, അങ്ങനെയുള്ള കെയറിങ് മറ്റു ഇതൊന്നുമില്ല. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അതെ. പിന്നെ നമ്മളിത് താളി ഇട്ട് കഴുകാറുണ്ട്. ചെമ്പരത്തിയുടെ ഇലയും ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു മാസത്തിൽ ഒരു 15 ദിവസം കൂടുമ്പോൾ ഈ താളി ഇടാറുണ്ട്. അത് ചെമ്പരത്തിയുടെ ഇലയാണ് പിഴിഞ്ഞെടുത്ത് അത് താളിയാണ്. അത് മാസത്തിലൊരിക്കൽ ചെയ്യാറുണ്ട്. അതെ. ദിവസവും പിന്നെ ജട ഇങ്ങനെ ഉയർത്തിയിട്ടാണ് നമ്മൾ ശിരസിലേക്ക് വെള്ളം ഒഴിക്കുന്നതും കുളിക്കാൻ നേരത്ത്. പിന്നീട് ഫുള്ള് കഴുകുന്നത് പിന്നെ ഇത് ഉണങ്ങി വരണമെങ്കിൽ തന്നെ ഒരു 2 ദിവസം എടുക്കും. 2 ദിവസം എടുക്കും. ഫുള്ള് നനച്ചു കഴിഞ്ഞാൽ 2 ദിവസം എടുക്കും. ഓക്കെ. അപ്പോൾ എല്ലാ ദിവസവും അപ്പോൾ ജട നനയ്ക്കാറില്ല? ഇല്ല. ഇത് മുടി മാറ്റി വെച്ചിട്ട് തലയിൽ വെള്ളം ഇങ്ങനെ ഒഴിക്കാറേ ഉള്ളൂ. ഈ രാമായണത്തിനകത്ത് വടക്ഷീരം വരുത്തിയാണ് രാമലക്ഷ്മണന്മാർ ജട ധരിക്കുകയാണ്. അങ്ങനെ. അത് രാമായണത്തിനകത്ത് ആ ഭാഗത്ത് പറയുന്നുമുണ്ട്. കാരണം ജട പലതും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അഴിച്ച് ഇത്രയും വലിയ ജട സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ്. നമ്മൾ നോക്കുമ്പം ഒരു തൊപ്പി വെച്ചേക്കുന്ന മാതിരി ഒരു ഫീലിംഗേ നമുക്ക് തോന്നുന്നു. പക്ഷേ എനിക്ക് ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒന്ന് അഴിച്ച് കാണണം എന്നുള്ളത്. ഇപ്പം അഴിച്ചു കണ്ടപ്പോഴാണ് ഇത്രത്തോളം വലുതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു തൊപ്പി വെച്ചേക്കുന്ന പോലെ ഉള്ളൂ അല്ലേ? അതെ. അതിന്റെ നീളം എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ പിന്നി വെച്ചേക്കുന്നോണ്ടായിരിക്കും അതിന്റെ എത്രത്തോളം ലീഫ് ഉണ്ടെന്നുള്ളത്. അങ്ങനെ തന്നെ ആകുകയാണ്. നമ്മളെ പിന്നുന്നല്ല ശരിക്കും അങ്ങനെ. അതായത് ഈ ജടയിൽ തന്നെ ഒരു ലിക്വിഡ് പോലെ അത് സ്വയം ഇത് ചെയ്തിട്ട് ആ ലിക്വിഡാണ് ഇതിനെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത്. അത് ഞാൻ ചോദിക്കട്ടെ സ്വാമി, ഈ ഒരു സന്യാസി മേഖലയിലേക്ക് ഇല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിലേക്ക് ഇറങ്ങുന്നവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഉണ്ടാകുന്നത്. അതെ. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് വിവിധ സ്വഭാവങ്ങളുണ്ട്. പക്ഷേ ആത്മീയ സ്വഭാവം എന്ന് പറയുമ്പം അത് പറഞ്ഞറിയാൻ പറ്റാത്തൊരു അനുഭവത്തിലൂടെയാണ് നമ്മൾ അതിലേക്ക് വരുന്നത്. ആ അനുഭവമാണ് നമ്മളെ പിന്നീട്, അതായത് ഇപ്പോൾ ആത്മീയ ജീവിതം നയിക്കുന്ന ഒരാൾ, നമ്മൾ കുട്ടിക്കാലത്ത് അച്ഛൻ അല്ലെങ്കിൽ മുത്തച്ഛൻ്റെ അടുക്കലൊക്കെ ഇരുന്ന് ഹരിനാമകീർത്തനം ചൊല്ലുന്ന ഒരു കുട്ടികളും വഴിതെറ്റിപ്പോയില്ല. പണ്ട് കാലത്ത് 4 മണി 4:30 മണി ആകുമ്പോഴത്തേക്ക് എല്ലാ വീട്ടുകളിലും നിലവിളക്ക് കൊളുത്തി ഹരിനാമകീർത്തനം ചൊല്ലുന്ന പതിവ് നമുക്കുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ എഴുന്നേക്കുന്നത് 9 മണിക്കും 11 മണിക്കും ആയി. പക്ഷേ അന്നുണ്ടായ ആ കുട്ടികളുടെ, നമ്മളിപ്പോൾ ഒരു കുട്ടി ആശ്രമത്തിൽ വന്ന് ചോദിക്കുമ്പോൾ നിൻ്റെ അച്ഛൻ്റെ പേരെന്താണ്, നിൻ്റെ മുത്തച്ഛൻ്റെ പേര്, അപ്പോൾ മുത്തച്ഛൻ്റെ എങ്ങനെയാണെന്ന് ചോദിക്കുന്നതാണ് പറയും, ആ മുത്തച്ഛനിൽ നിന്നാണ് ഞാൻ ഹരിനാമകീർത്തനം ചൊല്ലുന്ന സമയത്ത് മുത്തച്ഛൻ്റെ മടിയിൽ കയറി ഇരിക്കുമായിരുന്നു, അല്ലെങ്കിൽ മുട്ടിൽ കയറി ഇരിക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ ആ അനുഭവമാണ് ഓരോരുത്തർക്കും ഉണ്ടാകുന്നത്. എന്ത് പറയുന്ന ഒരു പരസ്പരം ഉണ്ടാകുന്ന ഒരു സ്പാർക്കിംഗ്, ആ സ്പാർക്കിങ്ങിലൂടെ ആത്മജീവിതത്തിലേക്ക് നമ്മൾ, അതുകൊണ്ടാണ് നമ്മൾ ഈ 28 കെട്ട് മറ്റ് സംവിധാനങ്ങൾ ഇതെല്ലാം സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ഇന്ന് അതിൽ നിന്നൊക്കെ പിന്മാറിയത് കൊണ്ടാണ് നമുക്ക് അതൊക്കെ ആ ചൈതന്യം നമ്മളിൽ നിന്ന് പോകുന്നത്. അതുകൊണ്ട് നാമജപിക്കുന്ന വീടുകൾ ഇപ്പോൾ അതെ നാമജപിക്കുന്ന, അതായത് ശ്രീസന്ധ്യ സമയത്ത് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ പണ്ട് കാലങ്ങളിൽ നമ്മുടെ ഗ്രാമഗ്രാമാന്തരങ്ങൾ സഞ്ചരിക്കുന്ന സമയത്ത് ആ രാമനാമം മുഴങ്ങി കേൾക്കുമായിരുന്നു. അപ്പം അതുപോലെ തന്നെ രാമായണ മാസാചരണം എന്ന് ഈ അടുത്ത സമയത്ത് പലരും പറയുന്നത് കേട്ടു അത് RSS കൊണ്ടുവന്നതാണ്. അല്ല, RSS പലതും നശിച്ചു പോയതിനെ തിരികെ കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. RSS അല്ല. അതിനു മുമ്പേ കർക്കിടക മാസത്തിൽ രാമായണ പാരായണം ഉണ്ടായിരുന്നു. അതായത് ഒരു 110 വയസ്സുള്ളവർ വരെ എന്നോട് പലരും സംസാരിച്ചിട്ടുണ്ട്. അത് ക്രിസ്ത്യാനി സംസാരിച്ചിട്ടുണ്ട്, മുസ്ലിം സംസാരിച്ചിട്ടുണ്ട്, ആ 110 പേര്. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ രാമായണം ഇമ്പോർട്ടൻ്റായ വിഷയമായിരുന്നു. ആ ജനസമൂഹത്തിന് ആ രാമായണത്തിലെ സ്നേഹമായിരുന്നു അന്നത്തെ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഭിന്നമായി വേർതിരിച്ച് 10 സെൻറ്റ് ഉണ്ടെങ്കിൽ അത് എത്ര മക്കളുണ്ടെങ്കിൽ വീതം വെച്ച് മാറുന്ന ഒരു തലമുറയിലേക്ക് നാം മാറി. മറിച്ച് രാമായണത്തിൻ്റെ സന്ദേശം ഓരോ കുടുംബങ്ങളിലെത്തുമ്പോൾ
ആ കുടുംബത്തിൽ ഐശ്വര്യപൂർണ്ണമായ ഒരു ജീവിതം. അവിടെ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ മറ്റു ജൈനെന്നോ ഒന്നുമേ ഇല്ല. രാമായണത്തിൻ്റെ തത്വം അതാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കേറെ വിലപ്പെട്ടതാണ്. പരമാവധി വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം. കാരണം വെച്ചാൽ നാടൻ പശുക്കളെക്കുറിച്ച് ശരിക്കും റിസർച്ച് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് നമ്മുടെ സ്വാമിജി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അറിവുകൾ എല്ലാവർക്കും കിട്ടേണ്ടതുണ്ട്. നമ്മൾ ഒരുപാട് ദിവസങ്ങൾ കൊണ്ട് ശ്രമിക്കുന്നുണ്ട് ഇവിടേക്ക് എത്തി ഈ വീഡിയോ പകർത്താനായിട്ട്. അപ്പോൾ ഒന്നും സാഹചര്യം ഒരുങ്ങിയില്ല. അപ്പോൾ സ്വാമിജിക്ക് തിരക്കായിരുന്നു. അതേപോലെ തന്നെ ആശ്രമത്തിലെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് നമുക്കതിനൊരു അവസരം ഒത്തത്. അപ്പോൾ ഈ വിലപ്പെട്ട അറിവുകൾ, ഒരുപാട് അറിവുകൾ ഈ മെസ്സേജിൽ കൂടി നമുക്ക് വേണ്ടി പകർന്നു തന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ പരമാവധി ഷെയർ ചെയ്യാൻ മനസ്സ് കാണിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.